മലയാളിയുടെ പാട്ടുപെട്ടി റേഡിയോ മല്ലു. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. നന്നാവണം എന്നുള്ള ആഗ്രഹത്തോടും നന്നാവും എന്നുള്ള പ്രതീക്ഷയോടും പ്രതിജ്ഞയോടും കൂടിയാണ് ഓരോ പുതുവത്സരവും ആരംഭിക്കുന്നത്. പക്ഷേ എവിടേക്കോ പഴയ മുറിവുകൾ അത് വല്ലാതെ മനസ്സിനെ അലട്ടുന്നു. അതിൻ്റെ പേരിൽ പിന്നെയും വീണുപോകുന്നു. ഈ മുറിവുകൾ അവിടെ കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ നന്നാവാത്തത് എന്ന് എനിക്കറിയാം. പക്ഷേ ആ മുറിവുകൾ ഉണങ്ങുന്നില്ല. എന്ത് ചെയ്യും? അതാണ് എൻ്റെ പ്രശ്നം. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞൊരു കാര്യമായിരുന്നു. ഒരുപാട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് മുറിവ് ഉണക്കാൻ വേണ്ടിയിട്ട്. രണ്ട് വിധത്തിൽ ഈ കാര്യത്തെ നമുക്ക് സമീപിക്കാം. ഒന്ന്, മുറിവുകളില്ലാത്ത ഒരു മനുഷ്യനുമില്ല. എല്ലാ മനുഷ്യർക്കും ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ബാല്യകാലം മുതലുള്ള അല്ലെങ്കിൽ ശൈശവം മുതലുള്ള അല്ലെങ്കിൽ ഗർഭാവസ്ഥ മുതലുള്ള മുറിവുകൾ എല്ലാ മനുഷ്യരിലുണ്ട്. ഏതെല്ലാം തരത്തിലുള്ള അവസ്ഥയിലൂടെ ജീവിച്ചവരാണെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടാവും. ഈ മുറിവുകളെ നമുക്ക് എങ്ങനെ ഉണക്കാൻ കഴിയും, അല്ലെങ്കിൽ ആ മുറിവുകളെ മറികടക്കാൻ കഴിയും എന്നുള്ളതാണ് അത് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പം മുറിവുകൾ ഒരു വസ്തുതയാണ്, ഒരു യാഥാർത്ഥ്യമാണ് എന്ന് ആദ്യം അംഗീകരിക്കുക. ഇനി മുറിവ് എങ്ങനെ ഉണക്കും? ഈ മുറിവ് ഉണക്കാത്തിടത്തോളം കാലം നമ്മൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. ദഹിക്കാത്ത ഭക്ഷണം മാതിരിയാണ് ഉണങ്ങാത്ത മുറിവുകൾ. നമ്മൾ സാധാരണ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡയബറ്റിക് ആണെന്ന് ചോദിക്കും. ഹൈ ഡയബറ്റിക് ആണെങ്കിൽ വേറെ ഒരു മരുന്നും എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഡയബറ്റിക് ആദ്യം കൺട്രോൾ ചെയ്യാൻ പറയും എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ മുറിവുകൾ ഉണക്കിയാൽ മാത്രമേ ജീവിതത്തിൽ നാം ചെയ്യുന്ന എന്ത് പ്രതീക്ഷയ്ക്കോ പുലർത്തുന്ന പ്രതീക്ഷയ്ക്കോ ചെയ്യുന്ന പ്രതിജ്ഞയ്ക്കോ എന്തെങ്കിലും ഫലം ഉണ്ടാകുകയുള്ളൂ. ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഒരു കാര്യം വ്യക്തമായി തിരിച്ചറിയണം. ഈ മുറിവുകൾ ഏറ്റെടുക്കുന്നവനാണ് എൻ്റെ ദൈവം. ഏത് മതത്തിലാണെങ്കിലും ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യനെ സ്നേഹിക്കുന്ന ആളാണ് ദൈവം. മനുഷ്യനെ സ്നേഹിക്കുന്ന ആളാണ് ദൈവം എന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ വേദനയും ദുഃഖവും സങ്കടവും എല്ലാം കാണുന്നവനും അറിയുന്നവനും അത് ഏറ്റെടുക്കാൻ തയ്യാറുള്ളവനുമാണ്. നമ്മളത് ഏൽപ്പിക്കാനിട്ടാണ്. നമ്മളൊരു വഞ്ചിയിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ തലയിൽ ചുമടുണ്ടെന്നുണ്ടെങ്കിൽ ആ ചുമട് ഇറക്കി വഞ്ചിയിൽ വെച്ചുകൂടി. ഇതാ ദൈവം ചോദിക്കുന്നത്. നിങ്ങൾ യാത്ര ചെയ്യുന്ന ജീവിത തുണയിൽ നിങ്ങളുടെ ഭാരം താഴെ ഇറക്കി എന്നെ ഏൽപ്പിച്ചുകൂടാ. ഞാനാണ് നിങ്ങളുടെ നൗക. ആ നൗകയിൽ എന്തുകൊണ്ട് വെച്ചുകൂടാ? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഭാരം ലഘുവായി, അത് പോയി. അപ്പോൾ ദൈവം നമ്മുടെ മുറിവുകൾ ഏറ്റെടുക്കുന്നവനാണ് എന്നും ദൈവത്തിന് ഒരിക്കൽ കൊടുത്താൽ പിന്നെ ആ മുറിവുകൾ ഒന്നും അവശേഷിക്കില്ല എന്നും തിരിച്ചറിയണം. പക്ഷെ ദൈവത്തിന് പൂർണ്ണമായി കൊടുക്കണം. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ രണ്ട് മുഖവുമായിട്ട് നിൽക്കരുത്. മുറിവ് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് മുറിവ് എന്താണ് എന്ന് പരിശോധിച്ച് അത് മനസ്സിലാക്കി അതുണ്ടെന്ന് അംഗീകരിച്ച് അത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന ദൈവത്തെ അത് ഏൽപ്പിച്ച് സന്തോഷത്തോടെ ഇരിക്കുക. അതാണ് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. ഇനി ദൈവത്തിൽ വിശ്വസിക്കാത്തവരാണെന്നുണ്ടെങ്കിലോ അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ മുറിവുകളുണ്ട് എന്നുള്ള സത്യമാണെങ്കിലും ആ മുറിവുകൾക്ക് മേലെ എന്തുമാത്രം നന്മകൾ ജീവിതത്തിലൂടെ നമുക്ക് ലഭിച്ചു. ഒരു ജന്മം മുഴുവൻ കിട്ടിയാലും തികയാത്തവണ്ണം അതുമാതിരി നന്മകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ട്. അപ്പോൾ നന്മകളെ ഓർത്ത് ജീവിക്കാൻ കഴിയുക, അത് ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിലും നന്മകളെ ഓർത്ത് ജീവിക്കാൻ കഴിയുക. നന്മകളെ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ആൻഡ് നെവർ കൗണ്ട് യുവർ വൂൺസ് എന്ന് പറയും. ഒരിക്കലും നിങ്ങളുടെ മുറിവുകളെ ഓർത്ത് ദുഃഖിച്ച് കൊണ്ടു നടക്കരുത്, നിങ്ങളുടെ ബ്ലെസ്സിങ്സ് ഓർക്കും. അപ്പോൾ ഈ ബ്ലെസ്സിങ്സ് ജീവിതത്തിൽ കിട്ടിയ നന്മകൾ ഓർക്കും തോറും അത് ഓർത്ത് ജീവിക്കുമ്പോൾ ആ നന്മകൾ നമ്മുടെ മുറിവുകളെ അപ്പാടെ കരിച്ച് കളയുന്നതായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് മുറിവുണക്കാൻ നല്ലത് ജീവിതത്തിൽ ലഭിച്ച നന്മകളെ ഓർക്കുക മാത്രമാണ്. അങ്ങനെ ലഭിച്ച നന്മകൾ ഓർത്തുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുമ്പോൾ പഴയ മുറിവുകൾ ഒരിക്കലും നമ്മളെ അലവസരപ്പെടുത്തുകയില്ല. നമുക്ക് അത് നമ്മുടെ ശുദ്ധ മലയാള ഭാഷയിൽ പറഞ്ഞാൽ തികട്ടി വരികയുമില്ല. അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയുമില്ല. ഓർക്കുക, ദഹിക്കാത്ത ഭക്ഷണം പോലെയാണ്
ഉണങ്ങാത്ത മുറിവ്. അതുകൊണ്ട് മുറിവ് ഈ രണ്ട് വിധത്തിൽ ഉണക്കിയേ മതിയാവും. അങ്ങനെ ഉണക്കിയാൽ മാത്രമേ ജീവിതത്തിൽ നാം എടുക്കുന്ന പ്രതിജ്ഞകൾക്കനുസരിച്ച് പ്രതീക്ഷയോടെ മുന്നോട്ട് വരാൻ സാധിക്കുകയുള്ളൂ. അതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. റേഡിയോ മല്ലു ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിലും iOS ഫോണുകളിലും ലഭ്യമാണ്. ഉടൻ ഡൗൺലോഡ് ചെയ്യൂ.